ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും പ്രിയ ആൻ്റണി വ്ളോഗ്സിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മൾ പോകുന്നത് ദ്വാരക്കയിലാണ്. ദ്വാരക്കയിൽ ഓൾറെഡി എത്തി. അപ്പോൾ ദ്വാരക്കയിലത്തെ വിശേഷങ്ങൾ കാണാം. അങ്ങനെ രാത്രി ഭക്ഷണം എല്ലാം കഴിച്ച് ഞാനിത് പട്ടേൽ ടൂർസ് ആൻഡ് ട്രാവൽസ് എന്ന് ബസ് ബുക്ക് ചെയ്തു. ഡയറക്റ്റ് ദ്വാരക്കയിലേക്കാണ്. രാത്രി 10:30ക്കുള്ള ബസ് കാലത്ത് അവിടെ 6 മണിക്ക് എത്തിച്ചേരുന്നതാണ് ദ്വാരക്കയിൽ. ഈ കാണുന്നതാണ് ദ്വാരക ടെമ്പിളിലേക്കുള്ള എൻട്രൻസ്. ഇവിടെ നിന്ന് ഞാൻ ഭക്ഷണം എല്ലാം കഴിച്ച് അടുത്ത് ഇവിടെ ഒരു പശുക്കളൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ കണ്ട് ഇതിൻ്റെ ഭംഗി ആസ്വദിച്ച് ഞാൻ ദ്വാരക ടെമ്പിൾ കാണാനായിട്ട് പോവുകയാണ്. ഈ കാണുന്നതാണ് ദ്വാരകേശ് ടെമ്പിൾ, അതായത് കൃഷ്ണന്റെ ടെമ്പിൾ. നമ്മൾ ഇതിൻ്റെ ഉള്ളിലേക്ക് പോകുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട്. ആ ബ്രിഡ്ജിലേക്ക് പോയിട്ട് നമ്മൾ അവിടുത്തെ കാഴ്ചകളെല്ലാം കണ്ടതിന് ശേഷം നമ്മൾ ദ്വാരകേശ് ടെമ്പിളിലെ ദർശനത്തിനായി പോകുന്നതാണ്. ഈ കാണുന്ന നദിയാണ് ഗോമതി റിവർ. ഗോമതി നദിയുടെ തീരത്ത് ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഈ നദി കടലിലേക്ക് ഒഴുകുന്നു. അതിനാൽ ഈ സ്ഥലത്തെ ഗോമതി ഘട്ട് എന്ന് വിളിക്കുന്നു. ആക്ച്വലി ദ്വാരക കാണാൻ തീരുമാനിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ ഒക്ടോബർ തൊട്ട് മാർച്ച് മാസം വരെയാണ് നല്ല സമയം. അത് കഴിഞ്ഞാൽ ഭയങ്കര ചൂടാണ് ഇവിടെ. നമുക്ക് വെള്ളത്തിലേക്ക് ഇറങ്ങാനൊന്നും പറ്റില്ല കേട്ടോ, ഭയങ്കര സ്ലിപ്പറിയാണ്. ഇവരെങ്ങനെ ഇറങ്ങി നിൽക്കണാവോ? സ്ലിപ്പ് ചെയ്യുന്ന നല്ല സ്ലിപ്പിംഗ് ആണ്. വീഴും, വഴുക്കി വീഴാൻ നല്ല ചാൻസ് ഉണ്ട്. ഇവിടെ വന്നതിന് ശേഷം പശുക്കളൊക്കെ ഇട്ട് കുറച്ചുകൂടി കമ്പനിയായി. എല്ലാ പശുക്കൾക്കും ഫുഡെല്ലാം കൊടുത്ത് സെറ്റാക്കി. ഗുജറാത്തിൻ്റെ മെയിൻ ബ്രേക്ക്ഫാസ്റ്റ് ആണ് കാണുന്നത്. ജിലേബി, ദോൽക്ക, പാപ്പഡ്, പോഹ. ഞാൻ ദോൽക്കയാണ് കഴിച്ചത്. ദോൽക്കയുടെ കൂടെ ചായ. അങ്ങനെ ദ്വാരകേശ് ടെമ്പിളിലെ ദർശനം എല്ലാം കഴിഞ്ഞ് ഞാൻ ആ വഴിയിലൂടെ യാത്ര നടത്തുകയാണ്. ഇതിനുള്ളിലെ കാഴ്ചകൾ നിങ്ങൾക്ക് കാണാം. ഗുജറാത്തിലത്തെ വേഷങ്ങൾ, അവിടെ അവർ കഴിക്കുന്ന ഭക്ഷണങ്ങൾ, അങ്ങനെ പല കൾച്ചറുകളും നമുക്ക് ഇവിടെ നിന്ന് കാണാം. അറബിക്കടലും ഇതുപോലെ രണ്ടും കൂടി ചേർന്ന സ്ഥലമാണ് ഇവിടെ. ആൾക്കാരവിടെ കുളിക്കണൊക്കെ ഉണ്ട്. പക്ഷെ ഡു നോട്ട് ഗോ ഡൗൺ ഇൻ ടു ദ ഡീപ്പ് വാട്ടർ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ആൾക്കാരോടൊക്കെ നന്നായിട്ട് ഇറങ്ങി പോകുന്നുണ്ട്. കണ്ട ആ അകല കാണുന്നതാണ് അറബിക്കടൽ. ആൾക്കാർ കുളിക്കുന്നുണ്ട്, കാര്യങ്ങളൊക്കെ ചെയ്യുന്നുണ്ട്. കണ്ട നേരത്തെ കണ്ട ബ്രിഡ്ജ് ആ കാണുന്നതാണ്. ആ ബ്രിഡ്ജിലേക്ക് ഇപ്പം നമുക്ക് കടക്കാൻ അലൗ ഇല്ല. 2 കൊല്ലം മുമ്പ് വരെ പോയിരുന്നു. ഇപ്പം ആൾക്കാർ അതുകൂടെ കെടുത്തുന്നില്ല. ഓരോ ആൾക്കാർ ഇതുകൂടെ വെള്ളത്തിൽ കൂടെ കിടന്നിട്ടാണ് അങ്ങോട്ട് അപ്പുറത്തേക്ക് കിടക്കുന്നത്. കണ്ട ഇതൊരു മന്ദിറാണ്. ഇവിടെ എല്ലാ മന്ദിരങ്ങളാണ്. പിൽഗ്രിം ഏരിയ ആണല്ലോ. അപ്പോൾ എന്താ പറയുക, ഗണപതിയുടെ, ഹനുമാൻ്റെ, പിന്നെ ശ്രീനാരായണ ഗുരുവിൻ്റെ, കൃഷ്ണൻ്റെ, രാമൻ്റെ, എല്ലാത്തിനും രുക്മിണി ദേവിയുടെ കുറേ മന്ദിരങ്ങൾ ഇവിടെ ഉണ്ട്. മന്ദിർ. അപ്പോൾ ഇതിലൊരു മന്ദിറാണിത്. ഇവിടെ നിങ്ങൾക്ക് സീ കാണാം. എൻ്റെ തൊപ്പി ഒരെണ്ണം മേടിച്ചത് കാണണ്ട. ഇവർ തൊപ്പി മേടിക്കാൻ തെറ്റാ, ഭയങ്കര ചൂടുണ്ട്.
ഈ ഭാഗത്ത് കണ്ടറിയാം, കണ്ട ആ കാണുന്നതാണ് അറബിക്കടൽ. അറബിക്കടലിൻ്റെ അവിടെ നിന്ന് കണ്ട ഗുജറാത്തിൻ്റെ നമ്മൾ ആ ഒരു ജി പോലത്തെ ഷേപ്പില്ലേ, ആ ഷേപ്പിൻ്റെ അവിടേക്ക് വെള്ളം വരുന്നതാണ് കാണുന്നത്. കുറേ ശംഖുകളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ നിന്ന് കിട്ടുന്ന ശംഖുകൾ ഉണ്ടാ, പല വെറൈറ്റിയുള്ള ശംഖുകൾ. രുദ്രാക്ഷം കണ്ട, രുദ്രാക്ഷം. ഇതാണ് ദ്വാരക, കണ്ട ദ്വാരകേഷ് ടെമ്പിളിൻ്റെ ഒരു ഭാഗമാണ്. ശ്രീകൃഷ്ണൻ താമസിച്ചിരുന്ന സ്ഥലമാണ്. ഇന്ന് രാം നവമിയാണ്, അതുകൊണ്ട് നല്ല തിരക്കുണ്ട് ഈ ഭാഗങ്ങളിലൊക്കെ. ഉള്ളിലേക്ക് കിടക്കാൻ പറ്റുമെന്നുള്ള അറിയില്ല, നോക്കട്ടെ. ഞാൻ പുതിയൊരു തൊപ്പിയും കണ്ണാടിക്ക് മേടിച്ചു, ഒരു റൈബാനും ഒരു തൊപ്പിയും. ഒരു രക്ഷയില്ല, നല്ല ചൂടാ. ഉണ്ടായിരുന്ന ഒരു കണ്ണാട പോയി, കളവ് പോയി. തൊപ്പിയാണെങ്കിൽ വണ്ടിയിൽ മറന്നും പോയി, അപ്പോൾ അതും കഴിഞ്ഞില്ലേ. അപ്പോൾ രണ്ടില്ലാണ്ട് ഇവിടെ നടക്കാൻ പറ്റില്ല, നല്ല ചൂടാ. പിന്നെ അറിയാലോ നാട്ടിലത്തെ ചൂട് എനിക്ക് എങ്ങനെയാണെന്നറിയാലോ. അപ്പോൾ പിന്നെ ഗുജറാത്തിലത്തെ അവസ്ഥ പറയണ്ടല്ലോ. അപ്പോൾ ഇനി ഇവിടെ നിന്ന് അടുത്തുള്ള കുറച്ച് സ്ഥലങ്ങളും കൂടി കണ്ടിട്ട് തിരികെ 2 മണിക്ക് ഇവിടെ ഒരു ടൂറിസ്റ്റ് ബസ് ബുക്ക് ചെയ്തിട്ടുണ്ട്. അവിടെ നിന്ന് അവർ 4 സ്ഥലങ്ങൾ നമ്മളെ കാണിക്കും. 7 മണിയാകുമ്പോൾ മടക്കെത്താം. 7 മണി മടക്കെത്തിയിട്ട് പിന്നെ എന്താ പ്ലാനെന്ന് അറിയില്ല, നോക്കട്ടെ. അപ്പോൾ വീഡിയോയിലെല്ലാം ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോയിൽ വ്യൂസും കാര്യങ്ങളൊന്നും വരുന്നില്ല. കാര്യം അറിയാം, കുറേ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെന്ന് അറിയാം. എന്നാലും നിങ്ങളുടെ ലൈക്സും ഷെയറും സബ്സ്ക്രൈബും ഒക്കെ ഞങ്ങൾ വീണ്ടും പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ഇനി പ്രിയും വീഡിയോയിൽ ഉണ്ടാവുന്നതായിരിക്കും ഈ അടുത്ത് തന്നെ. ഇതാണ് ഗുജറാത്തികളുടെ ഡ്രസ്സ്, കണ്ട. ഗുജറാത്തികളും നമ്മൾ മലയാളികളും തമ്മിലുള്ള ഡ്രസ്സിൻ്റെ വ്യത്യാസം ഇതാ. ഇതേ പശുമ്പ, ഇതാണ് ഇവരുടെ മെയിൻ ആള്. പശുമ്പ കണ്ട. നല്ല സെറ്റായി, വീട്ടിൽ കൊണ്ടുപോകണമെന്ന് ആഗ്രഹമുണ്ട്. बढ़िया बढ़िया बढ़िया. ഇത് പൂപ്പായാണ്, നല്ല വഴുക്കലാണ്. കുറേ ആൾക്കാർ തെന്നി വീഴുന്നുണ്ട്. അതൊക്കെ ഒന്നും കൂടി നന്നാക്കുകയാണെങ്കിൽ അടിപൊളിയായിരിക്കും. അങ്ങനെ ദ്വാരകേഷ് ടെമ്പിളെല്ലാം കണ്ടു കഴിഞ്ഞ് ഇനി ഇവിടുന്ന് ഞാനൊരു 150 രൂപ ടിക്കറ്റ് ബുക്ക് ചെയ്തിട്ടുണ്ട്. ഒരു ഷെയർ ബസ്സാണ്. അവിടെ നിന്ന് നമുക്ക് രുക്മിണി ടെമ്പിൾ, നാഗേശ്വര ടെമ്പിൾ, തലാബ്, അങ്ങനെ കുറച്ച് സ്ഥലങ്ങളെല്ലാം കാണാനുള്ള ഒരു പ്ലാനിലാണ്. पर्सनल नहीं है, टाइम और समय के साथ चलना। आगे की साइड में रुक्मणी जी का मंदिर है। भगवान कृष्ण रुक्मणी का हरण करके द्वारका लाए। रास्ते में पंडित दुर्वासा ऋषि का आश्रम आया। आश्रम के ऊपर जाके भोजन के लिए नौता दी। कहने लगे कि आप हमारे पंडित जी, आप हमारे घर भोजन के लिए चलो, खाना खाने के लिए चलो। दुर्वासा ने कहा कि जिस रथ के अंदर मूंगे बेल और घोड़े जूते जाते हैं, ऐसे रथों में हम ब्राह्मण ऋषि लोग सवारी नहीं करते। आपको भोजन कराने की इच्छा है तो रथ में से घोड़ों को निकालो। घोड़ों की जगह कृष्ण और रुक्मणी दोनों पति पत्नी रथ को खींचो और वो रथ खींचते खींचते द्वारका ले चलो। हम आपके घर भोजन के लिए तैयार है। ഹലോ ഗൈസ്, അപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇവിടെ 2 മണിക്കൊരു ബസ്സുണ്ട്. അപ്പോൾ അവരെല്ലാവരും ഇവിടെ ടൂറിസ്റ്റുകൾക്ക് എല്ലാവർക്കും വരാൻ വേണ്ടി എളുപ്പത്തിനാണ്. 150 രൂപയുള്ള ടിക്കറ്റിന്. അപ്പോൾ ഇവിടെ 4 സ്ഥലങ്ങൾ കാണിക്കും. അപ്പോൾ നമ്മളിപ്പോൾ എത്തിയിട്ടുള്ളത് രുക്മിണി മന്ദിർ. ഏകദേശം നമ്മൾ നേരത്തെ കണ്ട പോലത്തെ മന്ദിർ തന്നെ, അതിൻ്റെ ഒരു ചെറുത്.
ഈ കാണുന്ന ഫ്രണ്ടിൽ നടക്കുന്ന ആൾക്കാരൊക്കെ നമ്മുടെ ബസ്സിലുണ്ടായിരുന്നവരാ. എല്ലായിടത്തും പിന്നെ പശുക്കൾക്ക് കുറവില്ലല്ലോ. ഒരു ദർശനം കഴിയാൻ വേണ്ടി കാത്തിക്കുന്നുണ്ട്. ഞാൻ ചിലപ്പോൾ പോവില്ല. നമ്മളെന്തായാലും ഇത് കണ്ടിട്ട് ഇനി അടുത്ത സ്ഥലം പോവാനുണ്ട്. द्वारिका के धाम के भीतर में आपका आधा तीरथ कृष्ण जी को दर्शन देंगे और आधा तीरथ रुक्मिणी देवी को दर्शन। जब आप दोनों का दर्शन करोगे तीरथ आपका पूर्ण हो जाएगा। ഇവിടെയും കച്ചവടമൊക്കെ തന്നെ നമ്മുടെ നാട്ടിലുള്ള പോലെ ഒരു വ്യത്യാസമൊന്നുമില്ല. മാലയ്ക്ക് 200 രൂപ, അതിനൊക്കെ എത്ര രൂപ, കുറെ പൈസ തന്നെ. മുകളിൽ പറയണേ അവിടെ വെള്ളമുണ്ട്, ആ വെള്ളത്തിന് കുപ്പിക്ക് 300 രൂപ, അതിൽ കൂടെ അത്ര പൈസ അതൊക്കെ ഉണ്ട്. നമ്മളൊന്നും എന്തായാലും ഒന്നുമില്ല, നമ്മൾ ജസ്റ്റ് കാണാൻ വന്നിട്ടുള്ളൂ. സ്ഥലമുണ്ട്, കുറെ വഞ്ചികളൊക്കെ ഇവിടെ കിടക്കുന്നുണ്ട്. ഇനിയിപ്പോ മഴക്കാലം കഴിഞ്ഞ ഇതൊക്കെ അവിടേക്ക് ഇറക്കുമെന്ന് അറിയില്ല. അങ്ങനെ ഇതാണപ്പോ രുക്മിണി മന്ദിർ. രുക്മിണി മന്ദിർ കണ്ടു കഴിഞ്ഞു. ഇവിടുന്ന് വേഗം ബസ്സിലേക്ക് പോട്ടെ. ആൾക്കാരെ നമ്മളൊന്നും കാത്തിക്കില്ല, പോയി കഴിഞ്ഞാൽ പോയി. പിന്നെ ഇവിടുന്ന് എന്താണെന്നൊന്നും അറിയില്ല, എങ്ങനെയാ പോകേണ്ടതെന്നൊന്നും. ഇതാണ്ട ഇയാള് ഭക്ഷണം പശുവിന് കൊടുക്കാൻ നിൽക്കുക. പശുവിനെ കൊടുക്കണവർക്ക് ഒക്കെ പുണ്യം കിട്ടും. എത്ര ഭക്ഷണം കൊടുക്കുക 20 രൂപയുണ്ട്, 50 രൂപയുണ്ട്. ആണെങ്കിൽ ഏറ്റവും ബെറ്റർ ഓപ്ഷൻ ഇത് തന്നെയാട്ടോ. നമ്മളിതേപോലെ ഷെയർ ആയിട്ട് എല്ലാവരും കൂടി വരാണെങ്കിൽ ഇതുപോലെ ബസ് പിടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ 4-5 സ്ഥലങ്ങൾ നമുക്ക് കാണിക്കും. ഇതായിരിക്കും ബെറ്റർ. കാര്യം നമുക്ക് ബൈക്കൊക്കെ റെൻറ്റിന് കിട്ടും. ബൈക്ക് റെൻറ്റിന് കിട്ടിയാലും തന്നെ നമുക്ക് സ്ഥലങ്ങൾ അറിയില്ലല്ലോ, അതിന് മാപ്പ് വേണം. ഭയങ്കര ചൂടാണ്. അതൊക്കെ അപേക്ഷിച്ച് ബസ് തന്നെയാണ് നല്ലത്. അപ്പോൾ ബസ് 150 രൂപയുള്ളൂ, 4 സ്ഥലങ്ങൾ അവർ കാണിക്കുന്നുണ്ട്. അപ്പോൾ നല്ല സംഭവം കേട്ടോ അത്. അപ്പോൾ ആരെങ്കിലും ഗുജറാത്ത് വരാൻ പ്ലാൻ ഉണ്ടെങ്കിൽ ഇത് നോക്കാവുന്നതാണ്. നാദേശ്വര ടെമ്പിളാണിത്, നാദേശ്വര മന്ദിർ. അപ്പോൾ നമ്മൾ നേരത്തെ വന്ന മന്ദിറിൻ്റെ അവിടെ നിന്ന് ഇവിടേക്ക് വരാൻ ഒരു 25 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ തനിയെ വണ്ടി പിടിച്ച് വരാമെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എത്താൻ പറ്റില്ല. ഇവിടെ ഇഷ ഫൗണ്ടേഷനിലൊക്കെ ഉള്ള പോലെ അതിൽ ഹെഡ് മാത്രമേ ഉള്ളൂ, ഇത് ഫുൾ ബോഡി ഉണ്ട്. അത്രയ്ക്ക് വലിപ്പമൊന്നുമില്ല, എന്നാലും വലിപ്പമുണ്ട്. ഇതാണ് മന്ദിർ, കണ്ട. ആകെ നമുക്ക് അലൗഡായിട്ടുള്ള സമയം അരമണിക്കൂറുള്ളൂ. അപ്പോൾ അരമണിക്കൂർ ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ട് ഇറങ്ങണം. ഇറങ്ങിയില്ലെങ്കിൽ നമ്മുടെ ബസ് മിസ്സാവും. അപ്പോൾ അതും കൂടി ശ്രദ്ധിക്കേണ്ടതാണ്. അതേപോലെ മീനുകൾക്ക് നമ്മൾ ഭക്ഷണം കൊടുക്കുക. നമ്മുടെ ബസ്സാ നമ്മളെ കാത്തിരിക്കുക. പറഞ്ഞ സമയത്തിന് എത്തിയില്ലെങ്കിൽ ബസ് വിടുന്നാണ് പറയണേ. സമയമുണ്ട്. കാക്കടി ഇല്ല, കാക്കടി. दर्शन परिपूर्ण करना जान से
जान से अनजान से कर्म से वाचा से मन से पाप दोष हुआ हो उनमें से मुक्ति करना परिवार को सुखी रखना बोल कृष्ण भगवान की मैं तीर्थ का पंडित पुरोहित ब्राह्मण सूर्य की साक्षी में आज रामनवमी के दिन आप सभी को आशीर्वाद देता हूँ क्या മോദി സർക്കാർ വന്നതിന് ശേഷമാണ് ബെഡ് ദ്വാരക്കയിലേക്ക് ഈ ബ്രിഡ്ജ് വന്നത്. മുന്നേ ഒരു ബോട്ട് അപകടത്തിൽ കുറേ ആൾക്കാർ മരിക്കുകയുണ്ടായി. അതിനുശേഷമാണ് നമുക്ക് ഇവിടേക്ക് ബ്രിഡ്ജ് വന്നത്. ബെഡ് ദ്വാരക്ക ദ്വാരക്കയിൽ നിന്ന് ഒരു 50 കിലോമീറ്റർ ഉണ്ട് ഈ സ്ഥലത്തേക്ക് എത്താനായിട്ട്. ഈ സ്ഥലത്തിൻ്റെ പേരാണ് ബെഡ് ദ്വാരക്ക. മെയിനായിട്ട് മുസ്ലിംസിൻ്റെ ഫിഷിംഗ് ഹാർബർ കണ്ടു. ഒരു ബ്രിഡ്ജ് പണിതുണ്ട് ഇവർ ഇവിടേക്ക് എത്താനായിട്ട്. ഇത് ശ്രീകൃഷ്ണൻ താമസിച്ചിരുന്ന വീടാണെന്ന് പറയണേ. നമ്മൾ നേരത്തെ കണ്ടത് ദ്വാരകേശ്വര ടെമ്പിൾ ആളുടെ ഓഫീസുള്ള പോലെ ആണ് ഗൈഡ് പറഞ്ഞത്. അങ്ങനെ ഇവിടുത്തെ കാര്യങ്ങൾ ഇനി കാണാം നമുക്ക് എന്താണെന്നുള്ളത്. ഇവിടെ മൊബൈലല്ല, ഇവിടെ അല്ല, ഉള്ളിലേക്ക് മൊബൈൽ ഉള്ളിൽ വെക്കണം. ക്ലോക്ക് റൂം ഉണ്ട്, മൊബൈല് ബാഗ് സാധനങ്ങളൊക്കെ എടുത്ത് വെക്കണം. ഉള്ളിലത്തെ കാഴ്ചകളൊന്നും കാണിക്കാൻ പറ്റില്ല, എന്തെങ്കിലും പറഞ്ഞ് വിശദീകരിക്കാം. ഫ്രണ്ടിൽ പോണ 2 ചേച്ചിമാര് അഹമ്മദാബാദുള്ള അവരാണ് കൂട്ടുള്ളത്. കാര്യം അവർക്ക് കുറച്ച് ഹിന്ദി അറിയാം. അപ്പോൾ പിന്നെ ഗുജറാത്തി വല്ലാണ്ട് പറയുമ്പോൾ അവർ ഫ്രണ്ടിൽ നിന്നോളൂ. കണ്ട കാണുമ്പോൾ എൻ്റെ അമ്മേരെയും അമ്മേരെ പെങ്ങന്മാരൊക്കെ ട്രിപ്പ് പോകില്ലേ, അതുപോലെ പോയിട്ടുള്ളതാ. അപ്പോൾ ഇന്ന് ദ്വാരക മൊത്തം കറങ്ങി ഞാൻ. അപ്പോൾ ഇനി നമ്മൾ പോകാൻ പോകുന്നത് സോംനാഥാണ്. അപ്പോൾ കണ്ട സോംനാഥിലേക്കുള്ള ബസ് ഇവിടെ റെഡിയാണ്. അപ്പോൾ സോംനാഥ് വിശേഷങ്ങളായിട്ട് നമുക്ക് നാളെ കാണാം. അപ്പോൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യണേ.